നമസ്കാരം, വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ്ബ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഒരു 2 മിനിറ്റ്സ് റൂളിനെ പറ്റിയിട്ടാണ്. ഒരു തീരുമാനം എടുക്കാൻ വളരെ കുറഞ്ഞ സമയം മാത്രം മാറ്റി വെക്കുന്നതിനെ പറ്റി ഒന്ന് മനസ്സിലാക്കണം. അമിതമായി ചിന്തിക്കുന്നത്, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് കുറക്കാൻ സഹായിക്കുന്ന ഒരു 2 മിനിറ്റ്സ് റൂളിനെ പറ്റിയിട്ട്. അതുപോലെ തന്നെ വേസ്റ്റ് കേസ് സെനാറിയോ എന്ന് പറയുന്ന ഒരു തീരുമാനം തെറ്റിയാൽ പരമാവധി എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാവുന്നു. പലപ്പോഴും ഈ ആഘാതം നമുക്ക് താങ്ങാവുന്നതിനും കുറവായിരിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പഠനം. അതുപോലെ തന്നെ 80-20 പ്രിൻസിപ്പിൾസ് നിങ്ങൾ അറിയുന്നു. 100% പൂർണ്ണതയ്ക്ക് കാത്തു നിൽക്കാതെ 80% ശരിയാണെന്ന് തോന്നിയാൽ മുന്നോട്ട് പോവുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ അറിയാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക് യു. വൺസ് അഗൈൻ വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ്. ഞാൻ ദിനേശ് മുങ്ങത്ത്, UAE നിന്നുള്ള ഒരു എന്റർപ്രണറാണ്, അതുപോലെ ബിസിനസ് കോച്ചാണ്, ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വിഷയത്തെ പറ്റിയിട്ടാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്കും പേടിയുണ്ടോ? അപ്പോൾ പരിഹാരത്തിലേക്ക് പോകാം അല്ലെ, നോക്കാം. ഞാൻ ഒരു ചോദ്യം വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കുകയാണ്. നിങ്ങൾ ബുദ്ധിമാനാണ്, അനുഭവ സമ്പത്തുണ്ട്, കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കാൻ കഴിവുണ്ട്. പക്ഷേ വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് മനസ്സൊന്ന് പിന്മാറാറുണ്ടോ? ഇത് നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് യെസ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ഞാൻ ഒരു തീരുമാനം എടുക്കുന്നതിൽ പിന്മാറുന്നില്ല എന്നെങ്കിൽ നോ എന്ന് സത്യസന്ധമായി ടൈപ്പ് ചെയ്തോളൂ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറിവില്ലായ്മയെ കുറിച്ചല്ല, അറിവ് കൂടുതലുള്ളവർ എന്തുകൊണ്ട് തീരുമാനങ്ങൾ വൈകിപ്പിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. എന്തുകൊണ്ട് അവർ പേടിക്കുന്നു എന്നതിനെ കുറിച്ചാണ്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാവും പേടി എവിടെ നിന്നാണ് വരുന്നത്, അത് എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാമെന്ന് ഒരു സീരിയസ് ആയിട്ടുള്ള ബിസിനസ്സുകാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് വീഡിയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ധൈര്യപൂർവ്വം കാണാൻ തയ്യാറാവുക. സാധിക്കുമെങ്കിൽ ഒരു പെന്നും പേപ്പറും എടുത്തു വെക്കുക. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക, മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് വെച്ചേക്കുക. നിങ്ങളുടെ ബിസിനസ്സിൽ മറ്റ് പാർട്ട്നേഴ്സിനും മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. പിന്നെ സ്വസ്ഥമായി വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്ന് കാണുക. കാരണം ഇതിൽ ചില പോയിന്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ വളരെ ലളിതമായിട്ടുള്ള കുറച്ച് നിയമങ്ങളൊന്ന് പറഞ്ഞു പോകാം ക്വിക്കലി. അപ്പോൾ സമയത്ത് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. കാരണം ഇതിൽ ഇടുന്ന വീഡിയോസ് കൃത്യമായി നിങ്ങളിൽ എത്താൻ രാവിലെ നിങ്ങൾ എഴുന്നേറ്റ് റെഡിയായി ഒരു ചായ കുടിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോ നിങ്ങളിൽ എത്തണമെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ടിക് എന്നുള്ള ശബ്ദം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോ മനസ്സിലാക്കേണ്ടത് പറഞ്ഞ കാര്യം, ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്ന റൂൾ ഉണ്ട്. അതായത് തീരുമാനം എടുക്കാൻ സമയത്തെ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ്. സ്മാർട്ട് ആൾക്കാരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് അവരെപ്പോഴും ഓവർ തിങ്കിങ്ങിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. തീരുമാനം എടുക്കാൻ അവർ അനാവശ്യമായി സമയം കളയുന്നു എന്നാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം അവർ ഓരോ വശങ്ങളെ പറ്റിയിട്ട് ആലോചിച്ച് കൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അതെല്ലാം കൂടി 100% ഫേവറബിൾ ആണ് എന്ന് മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവർ തീരുമാനമെടുക്കുക. ഇറ്റ്സ് ടേക്കിംഗ് എ ലോങ് ടൈം ഓഫ് ഡ്യൂറേഷൻ എന്നുള്ളത്. അപ്പോ ഈ ഒരു തിയറി നിങ്ങൾ മനസ്സിലാക്കുക. പരിഹാരം വളരെ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക. 2 മിനിറ്റ്സ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ഗട്ട്സിനെ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി, അതിനൊന്ന് വിട്ടുകൊടുത്താൽ മാത്രം മതി. 2 മിനിറ്റ്സ് റൂൾ മറ്റൊന്നുമല്ല, ഒരു തീരുമാനത്തിന് മുമ്പ് വെറും 2 മിനിറ്റ് മാറ്റിവെക്കുക. ആ 2 മിനിറ്റിൽ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം ഇത്രയാണ്: ഇപ്പോൾ എനിക്ക് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഏത് തീരുമാനമാണ് ശരി? അപ്പൊ നിങ്ങളുടെ നമ്മുടെ ഡിസിഷൻസ് വരുന്നത് എവിടെ നിന്നാണെന്ന് അറിയാലോ അല്ലെ. മൈൻഡിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഗട്ട്സ് ഫീലിങ്സ് ആണ് എപ്പോഴും നമ്മുടെ തീരുമാനത്തെ, കാരണം ഇൻഡ്യൂഷൻ എന്ന് നമ്മൾ പറയും. ആ ഇൻഡ്യൂഷനിലാണ് എപ്പോഴും തീരുമാനങ്ങൾ കിടക്കുന്നത്. ആ 2 മിനിറ്റ്സ് നിങ്ങൾ ഇൻഡ്യൂഷന് വിട്ടുകൊടുക്കുക. യു വിൽ ഗെറ്റ് എ പെർഫെക്റ്റ് ആൻസർ. ഡു ഇറ്റ് ദാറ്റ് വൺ, ദാറ്റ് വിൽ ബി കറക്റ്റ്. അത് തന്നെയായിരിക്കും കറക്റ്റ് ആയിട്ടുണ്ടാവുക എന്നറിയാം. അപ്പൊ ഓവർ തിങ്കിങ് നമ്മൾക്ക് കുറയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അവിടെയാണ് ക്ലാരിറ്റി കൂടുക എന്നുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ പല തീരുമാനങ്ങളും നാളുകളായി മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യുക, യെസ് ഓർ നോ എന്ന്. ഇല്ലെങ്കിൽ അതിനെയൊക്കെ ഒന്ന് വിശകലനം ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്ന് ഓർപ്പിക്കാം. രണ്ടാമത്തെ പരിഹാരം എന്ന് പറയുന്നത് വേസ്റ്റ് കേസ് സിനാരിയോ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്.
അതായത് പേടിയെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഈ കോൺസെപ്റ്റിന്റെ അർത്ഥം. പേടി വലിയതാകുന്നത് അത് മനസ്സിൽ മാത്രമുള്ളപ്പോഴാണ് എന്നറിയുക. നമ്മുടെ ഹാപ്പിനെസ് തിയറി പഠിപ്പിക്കുമ്പോൾ, ഞാൻ മൈൻഡ് ട്രെയിനിങ് ചെയ്യുമ്പോൾ, ഒരു പേടി എന്താണ്, എന്താണ് ഈ പേടി എന്നതിനെ പറ്റി, ഭയം എന്നതിനെ പറ്റി കൃത്യമായ നിർവചനം പറയുന്നുണ്ട്. നമ്മുടെ മറ്റൊരു ചാനൽ ഇതുപോലെ ഉണ്ട്, ദിനേശ് മുങ്ങത്ത് എന്ന് പറയുന്ന ചാനലിൽ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൈൻഡ് ട്രെയിനിങ്ങുമായിട്ട് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പേടിയൊക്കെ സൈക്കോളജിക്കൽ ആയിട്ട് എഫക്റ്റ് ആണ്. അതിന്റെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്ന് വളരെ വിശദമായി തന്നെ അതിനകത്ത് പറയുന്നത്. വരും കാര്യത്തിൽ നമ്മൾ ലൈവ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് കൃത്യമായി അത് മനസ്സിലാക്കിയെടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, സിമ്പിൾ ആയിട്ട്. അപ്പോ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ നമ്മൾ ചെയ്യേണ്ടത്, ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക, ഈ തീരുമാനം തെറ്റിയാൽ പരമാവധി എന്ത് സംഭവിക്കും? പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റും ആ നഷ്ടം സഹിക്കാവുന്നതാണ്, അത് അത്ര ഭീകരമായ അവസ്ഥയൊന്നുമല്ല, അത് തിരുത്താൻ പറ്റുന്നതാണെന്ന് നിങ്ങളൊന്ന് സൈലന്റ് ആയി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ പേടി ചെറുതാകുന്നത് സത്യം കാണുമ്പോഴാണ് എന്നുള്ളതാണ് യഥാർത്ഥം. അപ്പൊ ആ സത്യത്തെ ഒന്ന് തിരിച്ചറിയുക എന്ന് പറയുന്നത്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പേടിക്കുന്ന തീരുമാനം വാസ്തവത്തിൽ അത്ര അപകടകരമായതാണ്. ഇപ്പോഴും നിങ്ങൾ തീരുമാനം എടുക്കാൻ പേടിക്കുന്ന ഒരു വാസ്തവമുണ്ടല്ലോ, ആ തീരുമാനം എടുക്കാൻ നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന അത്ര അപകടകരമായ കാര്യമാണോ? ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തൊക്കെ ഒന്ന് ചിന്തിച്ച്, ഒരു മിനിറ്റ് ചിന്തിച്ച് നോക്കിയിട്ട്. ഇല്ല എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ട്രെയിനിങ്ങിലൂടെ, നമ്മൾ മൈൻഡിനെ മാറ്റുന്നതിലൂടെ, മൈൻഡിനെ മനസ്സിലാക്കുന്നതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. പരിഹാരം നമ്പർ 3, 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, പൂർണ്ണതയ്ക്ക് വേണ്ടി കാത്തിരിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. സ്മാർട്ടായ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ട്രാപ്പാണത്. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, എല്ലാം 100% ക്ലിയർ ആയാൽ മാത്രമേ ചെയ്യുകയുള്ളൂ. പക്ഷെ സത്യം 100% ക്ലാരിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിക്കില്ല എന്നുള്ള സത്യം അറിയുക. ഞാൻ ബിസിനസ് പഠിപ്പിക്കുമ്പോൾ ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നത്, അതായത് ക്ലാരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കുണ്ട്. CLARITY, ക്ലാരിറ്റി. ഈ സാധനത്തെ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം. ഈ 80-20 പ്രിൻസിപ്പിൾ നമ്മൾ എപ്പോഴും ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട കാര്യമാണ്. 80% ശരിയെന്ന് തോന്നിയാൽ, ആവശ്യമായ വിവരങ്ങൾ നമ്മുടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുക തന്നെയാണ്. ആക്ഷനിൽ ക്ലാരിറ്റി ഉണ്ടാകും, വെയിറ്റിംഗിന്റെ ക്ലാരിറ്റി ഉണ്ടാക്കില്ല എന്ന് തിരിച്ചറിയുക. എപ്പോഴും ആക്ഷനിലൂടെയാണ് ക്ലാരിറ്റി ഉണ്ടാവുക, വെയിറ്റ് ചെയ്താൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ഒരു പെർഫെക്ഷന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട് പല അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുകയില്ല. ഒരു കാര്യം മാത്രം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, ബുദ്ധി തീരുമാനങ്ങളെ വൈപിക്കാനുള്ളതല്ല, പേടി നമ്മളെ നിയന്ത്രിക്കപ്പെടാനുള്ളതല്ല, ആക്ഷൻ നമ്മുടെ ആത്മവിശ്വാസം സൃഷ്ടിക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക. അപ്പോ ഇത്തരം വ്യക്തവും പ്രായോഗികവുമായ ബിസിനസ് ചിന്തകൾ തുടർന്ന് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ വീണ്ടും പറയുന്നു, സീരിയസ് ബിസിനസ് തിങ്കേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. അവരിലേക്ക് എത്തിക്കാൻ നിങ്ങളും ശ്രമിച്ചു നോക്കുക. നിങ്ങളുടെ സർക്കിളിലും ഇത് നിൽക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യെസ് ഓർ നോ വീണ്ടും ടൈപ്പ് ചെയ്യുക. ഞാൻ പറഞ്ഞത് നിങ്ങൾക്കത് ശരിയായതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ലവ് ചിഹ്നം ഇട്ടേക്കുക. നമുക്ക് അടുത്ത കാര്യം ഇതുമായിട്ട് വീണ്ടും വരാം. അതിനുള്ള ഒരു കൺഫർമിറ്റി നിങ്ങൾ താഴെ ഒരു സ്നേഹരൂപേണ വയ്ക്കുക. മറ്റൊന്നും തൽക്കാലം പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ബിസിനസ് ഗ്രോ ചെയ്യുക. നിങ്ങൾ എല്ലാവരും ബിസിനസ് ഗ്രോ ചെയ്യുക. എനിക്കറിയുന്നതും ഞാൻ പഠിക്കേണ്ടതുമായ കാര്യങ്ങൾ പഠിച്ചും അറിഞ്ഞും മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ബിസിനസ് സക്സസ് ആക്കാൻ പറ്റുക എന്ന് പറയുന്നത് കാര്യം. അപ്പോ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓവർ തിങ്കിങ് ഇല്ലാതെ ക്ലാരിറ്റിയോട് കൂടി അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു വെരി മച്ച്. ദിനേശ് മുങ്ങത്ത് സൈനിങ് ഓഫ്. ലവ് യു.